ദേവീ മഹാത്മ്യത്തിൻ്റെ കഥയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് നമ്മൾ ദേവീ മഹാത്മ്യത്തിലെ അംഗങ്ങൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദേവീ മഹാത്മ്യത്തിൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാവാണീതീയ സ്മൃതാം സാസ്മാൻ പാതു മഹാദുർഗാ സമസ്ത ആപത്നിവാരിണി നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരിം തതോ ജപ്ത്വാ രാത്രി സൂക്തം ദുർഗാ സപ്തശതിം പഠേത്. പഠിക്കുകയൊന്നും വേണ്ട, ടെൻഷൻ അടിക്കാനുള്ളതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പറയാം. മഹാകാളി, മഹാലക്ഷ്മി, മഹാവാണീതീയ സ്മൃതാ സാസ്മാൻ പാതു മഹാദുർഗാ സമസ്ത ആപത്നിവാരിണി നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരിം തതോ ജപ്ത്വാ രാത്രി സൂക്തം ദുർഗാ സപ്തശതിം പഠേത്. ദേവീ മഹാത്മ്യ പാരായണം എങ്ങനെയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആദ്യം നവാംഗത്തെ പാരായണം ചെയ്യണം, അതിനുശേഷം ദുർഗാ സപ്തശതി പാരായണം ചെയ്യാം. നവാംഗത്തിൽ ഇനി രണ്ടാമതൊരു മാർഗം, നവാംഗത്തിൽ തന്നെ ത്രയാംഗങ്ങളെ, നവാംഗം 9 അംഗങ്ങളുണ്ട്, അതിൽ തന്നെ ത്രയാംഗങ്ങളെ പാരായണം ചെയ്തിട്ട് ദുർഗാ സപ്തശതി ആവാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നവാക്ഷരി മന്ത്രം ജപിച്ച് ദുർഗാ സപ്തശതി മാത്രം പാരായണം ചെയ്യുന്ന സമ്പ്രദായവും നിലവിലുണ്ട്. നവാക്ഷരി എന്ന് പറഞ്ഞാൽ 9 അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ പറയുക. എന്താണ് നവാക്ഷരി? ഓം, ഐം, ഹ്രീം, ക്ലിം, ചാമുണ്ടായേ വിഛേ നമ എന്ന് പറയുന്ന നവാക്ഷരി കൊണ്ടും നമുക്ക് ജപിക്കാം. ഇനി രാത്രി സൂക്തം ജപിക്കണമെന്ന് ശ്ലോകം നിർദ്ദേശിക്കുന്നുണ്ട്. അത് ദേവി മഹാത്മ്യത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുമുണ്ട്. 1-ാമത്തെ അധ്യായത്തിലെ ഈ ദേവി മഹാത്മ്യം തുടങ്ങുന്നത് നോക്കട്ടെ, 1-ാമത്തെ അധ്യായത്തിലാണ്. കൃത്യമായിട്ട് ആ ഒരു ഭാഗം പറഞ്ഞു തരാൻ പറ്റുമോ നോക്കട്ടെ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണി. അതായത് 1-ാം അധ്യായത്തില് ദേവി മഹാത്മ്യത്തിന്റെ 1ാം അധ്യായത്തിലെ 53 മുതൽ 68 വരെയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ രാത്രി സൂക്തം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. എന്തെന്നാണ് നമ്മൾ വിവക്ഷിക്കുക? രാത്രി സൂക്തം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നവ അംഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നവ അംഗങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്ന ഉത്തമം എന്നാണ് ആചാര്യന്മാർ പറയുക. അപ്പൊ നമുക്ക് സംശയമാണ് നവ അംഗങ്ങൾ ഏതാണ് എന്നുള്ളത്, ഇല്ലേ? നവം എന്ന വാക്കിന് 9 എന്ന അർത്ഥം, ഇല്ലേ? അപ്പൊ നവ അംഗങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ന്യാസം ആവാഹനശ്ചൈവ നാമാന്യ അർഗളകിലകേ ഹൃദയം ചദളൈശ്ചൈവ ധ്യാനം കവചം ഏവച മാഹാത്മ്യം ച ജപേ നിത്യം അഷ്ടമ്യാം തു വിശേഷതാം സൗഭാഗ്യം ലഭതേ നിത്യം നരോ ഉച്യതേ സങ്കടാത്. ഇതന്നെയാണ് നമ്മൾ നവ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ന്യാസം ആവാഹനശ്ചൈവ നാമാന്യ അർഗളകിലകേ ഹൃദയം ച ദളൈശ്ചൈവ ധ്യാനം കവചമേവ ച മാഹാത്മ്യം ച ജപേ നിത്യം അഷ്ടമ്യാം തു വിശേഷത സൗഭാഗ്യം ലഭതേ നിത്യം നരോ ഉച്യതേ സങ്കടാത് എന്ന് പറയുന്നതിനെയാണ് നവ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നവ അംഗങ്ങൾ എന്താണെന്ന് പറയാം. നവ അംഗങ്ങളിൽ 1 ന്യാസം, 2 ആവാഹനം. അപ്പൊ 1 ന്യാസം, 2 ആവാഹനം, 3 നാമാനി, 4 അർഗളം, 5 കീലകം, 6 ഹൃദയം, 7 ദളം, 8 ധ്യാനം, കവചം. ഇത്രയുമാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. 9-നെയാണ് നമ്മൾ നവ അംഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അമ്മയ്ക്ക് മനസ്സിലായോ? നവാംഗങ്ങളിൽ ന്യാസം എന്താണ് എന്നുള്ളത് നോക്കിക്കൊള്ളൂ.
ഉപാസ്യ ദേവതയുടെ വിവിധ മൂർത്തികളെ ശരീരത്തിൽ വിന്യസിക്കുന്നതിനെ, ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്ത് ന്യസിക്കുന്നതിനെ അല്ലെങ്കിൽ ഓരോരോ ഭാഗത്ത് സങ്കല്പിക്കുന്നതിനെ നമുക്ക് ന്യാസം എന്ന് പറയാം. ഇല്ലേ? ശ്രദ്ധയോടുകൂടി ന്യാസം ചെയ്യുന്ന ഉപാസകൻ ഉപാസക ശക്തിയായി തന്നെ തീരുന്നു. അപ്പോൾ നമ്മൾ ദേവി മഹാത്മ്യം ജപിക്കുമ്പോഴാകട്ടെ, നമ്മൾ ഏത് നാമം ജപിക്കുമ്പോഴും നമ്മൾ ന്യസിക്കുക എന്ന് പറയും. ന്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ, ശരീരാംഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരോ ദേവതമാരെ നമ്മൾ സങ്കല്പിക്കുന്നു. ആ സങ്കല്പത്തെ നമുക്ക് ന്യാസം എന്ന് പറയാം. രണ്ടാമത്തത് ആവാഹനം. ആവാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ദേവി മഹാത്മ്യം ജപിക്കുമ്പോൾ ആ ശക്തിയെ തന്നിൽ നിന്ന് വേറെ സങ്കല്പിച്ച് പൂജ സ്വീകരിക്കാനായി ക്ഷണിക്കുന്നതാണ് ആവാഹനം. തന്നിൽ നിന്ന് വേറെ സങ്കല്പിച്ച്, അല്ലയോ അമ്മയെ വന്നാലും ഇരുന്നാലും ആഗച്ഛ 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 എന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പിച്ച്, നമ്മൾ തന്നിൽ നിന്ന് വേറിട്ടതായി സങ്കല്പിച്ച് തൻ്റെ പൂജ സ്വീകരിക്കാനായി ക്ഷണിക്കുന്നത് ആവാഹനം. ചില സമ്പ്രദായ പ്രകാരം, ഇപ്പോൾ ചില കവളമ്മ അല്ലെങ്കിൽ ശക്തയം എന്നൊക്കെ പറഞ്ഞ ചില സമ്പ്രദായ പ്രകാരം നമ്മളങ്ങനെ വേറിട്ട് ക്ഷണിക്കുന്ന രീതിയില്ല. നമ്മൾ തന്നെ സ്വയം ദേവതാ സ്വരൂപമായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന സമ്പ്രദായവുമുണ്ട്. ഞാനീ പറയുന്ന സാധാരണ ക്രമത്തിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് വിട്ട്, നമ്മുടെ ബോധത്തിൽ നിന്ന് വിട്ട് ദേവിയെ മുന്നിൽ കാണാനായിട്ട്, ഇല്ലേ, മുന്നിലേക്ക് ക്ഷണിക്കുന്നതാണ് നമ്മൾ ആവാഹനം എന്ന് പറയുന്നത്. അടുത്ത നാമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ വിവിധ നാമങ്ങളെയും മന്ത്രങ്ങളായി ഉച്ചരിക്കുന്നതിനെ നാമാനി എന്ന് പറയുന്നു. ദേവിയുടെ വിവിധ നാമങ്ങളെ മന്ത്രങ്ങളായി ഉച്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയും? നാമാനി. അപ്പോൾ ആദ്യത്തത് ന്യാസമായി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങളിൽ വിവിധ ദേവതമാരെ ന്യസിക്കുന്നതാണ്. നമ്മളപ്പോൾ എന്തായി മാറും? ദേവത തന്നെയായി മാറും. നമ്മൾ നവാഹയജ്ഞങ്ങളിൽ ഗായത്രി ഹോമം നടത്തുമ്പോഴൊക്കെ അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ. അതുവരെ നമ്മൾ കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഒക്കെ ഇരിക്കുന്ന ചിലപ്പോൾ ആചാര്യനോ ആരും ആവാം. പക്ഷെ നമ്മൾ ഒരിക്കൽ ന്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ ദേവി മഹാത്മ്യം ജപിക്കുമ്പോൾ പാദങ്ങളിൽ വാരാഹി ദേവിയെ സങ്കല്പിച്ചിട്ടാണ്, ഇല്ലേ? പാദങ്ങളിൽ വാരാഹി ദേവിയെയും അതിന് തൊട്ടു മുന്നിലായി ബ്രാഹ്മണീ ദേവിയെയും ബ്രഹ്മാണ്യേ നമ എന്നും, ഒരു ഭാഗത്ത് രുദ്രനെയും നിതംബത്തിൽ നാരസിംഹിയെയും ഒക്കെ നമ്മൾ അത് വിസ്തരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ ദേവതമാരെ നമ്മൾ സങ്കല്പിക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ യജ്ഞവേദി ആയിക്കോട്ടെ, യാഗവേദി ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ശരീരം, നമ്മുടെ ശരീരം പൂർണ്ണമായും ബോധത്തിനപ്പുറത്തേക്ക് മറ്റു ദേവതകൾക്ക് വസിക്കാനായി. കാരണം പാദത്തിൽ വരാഹി ദേവിയാണെന്ന് സങ്കല്പിക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ അവിടെ ഇല്ല, ഇല്ലേ? വാരാഹി ദേവിയാണ്. അതുകൊണ്ടാണ് ഈ യജ്ഞവേദിയിലൊക്കെ ഈ ആചാര്യന്മാരെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരമൊന്നും ഈ ആചാര്യന്മാരുടെ ശരീരത്തിനല്ല, ഇല്ലേ? നമ്മുടെ ഈ ശരീരം എന്തുണ്ട്? ഇത് നമ്മളങ്ങ് കെട്ടുപോകുന്നതല്ല, നമ്മുടെ ശരീരത്തിനല്ല, മറിച്ച് ആ ദേവതയ്ക്കാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ന്യാസമായി, ആവാഹനമായി, നാമാനി, ദേവിയുടെ വിവിധ നാമങ്ങളെ മന്ത്രങ്ങളായി നമ്മൾ പറയുന്നതാണ് നാമാനി. അപ്പോൾ അർഗളം തൊട്ടടുത്ത് വരുന്നു. അർഗളം എന്താണ്? ഈ അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർഗളം എന്ന് പറഞ്ഞാൽ സാക്ഷ. പഴയ വീടുകൾക്കൊക്കെ 2 വാതിൽ ചേർത്ത് വെച്ചിട്ട് ഒരു കുറ്റിയുണ്ട്, ലാച്ച്, ബോൾട്ട് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? സാക്ഷ എന്ന് നമ്മൾ പറയും. അതായത് പാപശക്തികളെ നശിപ്പിച്ച് പുണ്യ അനുഭവത്തിനുള്ള തടസ്സം മാറ്റുക എന്ന ഉപായമാണ് അർഗള സ്തോത്രത്തിന് നമ്മൾ പ്രധാനമായിട്ട് പറയുക. എന്താണ്? പാപശക്തികളെയൊക്കെ മാറ്റി പുണ്യശക്തികളെ, അല്ലേ, പുണ്യശക്തികളെ കൊണ്ട് അനുഗ്രഹം ഉണ്ടാകുക എന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അർഗള സ്തോത്രം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. അത് കഴിഞ്ഞാൽ കീലകം. കീലകം എന്ന് പറഞ്ഞാൽ ആണി. അപ്പോൾ സാക്ഷ ഇട്ടു, ഇല്ലേ? പാപശക്തികളെയൊക്കെ അകറ്റി പുണ്യശക്തികളൊക്കെ വന്നു, അവിടെ കൊണ്ടങ്ങ് ബന്ധിച്ചു, സാക്ഷ അടിച്ചു. അടുത്ത് കീലകം, ആണിയാണ്, ഇല്ലേ? പാപശക്തികളുടെ കർമ്മഫലങ്ങളും തടസ്സങ്ങളെയും ആണിയിൽ ഉറപ്പിച്ചതുപോലെ തടസ്സം ഉണ്ടാകാറുണ്ട്. ആ തടസ്സങ്ങളെ കീലകങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ അവ ബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഉഗ്ര മന്ത്രമാണ് കീലകം. അർഗളത്തിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ നശിപ്പിക്കാൻ കീലകത്തിൽ. ഇനിയിപ്പം അർഗളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷാൽ നമ്മൾ അകത്ത് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ട്രസ്പാസ് ചെയ്താൽ അതിനെ നമുക്ക് കീലകം കൊണ്ട് ബന്ധിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അർഗളവുമായി, അർഗളം എന്നാൽ സാക്ഷ, കീലകം എന്നാൽ ആണി. അപ്പോൾ അതും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഹൃദയം എന്താണെന്നുള്ളത്.
ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഹാർട്ടിൻ്റെ സിമ്പലുള്ള ഒരു സാധനമാണ് ഓർമ്മ വരിക. പക്ഷേ നാമജപത്തിൽ ഹൃദയം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഹൃഞ്ച് ഹരണേ എന്ന വ്യുൽപ്പത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്ദ്രിയ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്ന വിഷയങ്ങളെ ആഹരിക്കുന്നതിന് ഹൃദയം എന്ന് പറയുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നതും വിഷയങ്ങളെ ആഹരിക്കുന്നതും ചേർത്താൽ ഹൃദയം. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ട ഹൃദയമല്ലേ ഇല്ലേ? നമുക്ക് ഹൃദയം ഖൽബെന്നൊക്കെ അറിയാവൂ ഇല്ലേ? എൻ്റെ ഖൽബിലെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന ഹൃദയം അതല്ല. ഹൃദയം എന്ന വാക്ക് ഹൃഞ്ച് ഹരണേ എന്ന വ്യുൽപ്പത്തിയിൽ നിന്നുണ്ടായി. ഹൃഞ്ച് ഹരണേ ഇന്ദ്രിയ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അടുത്തത് ദളം, ദനനം എന്ന് നമ്മൾ പറയുക. പാപങ്ങളുടെയും പാപജന്യമായ ആപത്തുകളെയും നശിപ്പിക്കുന്നു ദളം എന്നതുകൊണ്ട് ഇല്ലേ? ദളം എന്നതിന് വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ ബാഹ്യദളങ്ങളായി സങ്കല്പിച്ച് അവയിലൊന്നാകയാൽ ദളം എന്ന പേരും പറയും. അത് കഴിഞ്ഞാൽ ധ്യാനം നമുക്കറിയാം, ഒരു ഐഡന്റിറ്റി കാർഡിന്റെ നമ്മുടെ വിഷ്വലൈസേഷനാണ് ധ്യാനം. അടുത്ത് കവചം എന്നാൽ സംരക്ഷണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉപാസനാമൂർത്തിയുടെ ശക്തിയാൽ സർവ്വ അംഗങ്ങളെയും അന്ധകരണങ്ങളെയും കവചമണിയുന്നതോടുകൂടി സകല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ദുർഗാ സപ്തശതി ജപിക്കുന്നതിന് മുമ്പ് നവ അംഗങ്ങൾ ജപിക്കണം. നവാംഗങ്ങൾ എന്ന് പറയും. നവാംഗങ്ങൾ എന്നാൽ 1 ന്യാസം, 2 ആവാഹനം, 3 നാമാനി, 4 അർഗളം, 5 കീലകം, 6 ഹൃദയം, 7 ദളം, 8 ധ്യാനം, 9 കവചം. ഇത്രയും ജപിച്ചതിനു ശേഷം നവാക്ഷരി മന്ത്രത്തെയും ജപിക്കണം. എന്താണ് നവാക്ഷരി മന്ത്രം? ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായേ വിച്ഛേ നമ എന്ന് പറയുന്നതാണ് ഇല്ലേ? ഐം എന്ന് പറയുന്നത് നമ്മൾ ദേവി ഭാഗവതം പറയുമ്പോൾ, നമ്മൾ വാഗ്ബീജ മഹാത്മ്യം പറയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐം എന്ന വാക്കിന്റെ അർത്ഥം എന്താണമ്മേ? ഇവിടെ 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 ശ്രദ്ധിക്കൂ. ആഹാ, കണ്ണ് തെറ്റിയാൽ തിരിഞ്ഞിരുന്ന് വർത്തമാനം പറച്ചിലാണല്ലോ. മൊബൈൽ വച്ചിരുന്ന് ഉറക്കുവാണല്ലോ. എന്തൊക്കെയാ ഓരോരുത്തർ കാണിക്കുന്നേ? എന്നെ കൊണ്ട് വടിയടിപ്പിക്കരുത്. കൊച്ചു ഗള്ളി ഇരുന്ന് ഉറങ്ങുക ഇല്ലേ? അപ്പോൾ എന്താണ് നവാക്ഷരി എന്ന് പറഞ്ഞാൽ എന്ത്? 9 അക്ഷരങ്ങൾ ചേർന്നാൽ നവാക്ഷരി. ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായേ വിച്ഛേ നമ. അവിടെ ഇരുന്ന് തലയാട്ടി ഇരുന്ന് എഴുതാതെ എഴുതിയെടുത്ത് പഠിക്കമ്മേ. അയ്യോ, കുഞ്ഞു അവളെ കൊണ്ട് രക്ഷയില്ല ഇല്ലേ? കുഞ്ഞു അതാ ചുമ്മാ വന്ന് വഴക്കുറഞ്ഞ് നോക്കിയതാ ഇല്ലേ? അപ്പൊ ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായ വിച്ഛേ നമ എന്നുള്ളതാണ് നവാക്ഷരി. ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായ വിച്ചാമുണ്ടായേ വിച്ഛേ നമ ഇല്ലേ എന്നുള്ളതാണ്. ഇതിനകത്ത് ഐം എന്ന് പറയുന്നത് വാഗ്ബീജം. ഐം എന്ന അക്ഷരം വാഗ്ബീജം. ഐം എന്ന അക്ഷരം വാഗ്ബീജം. വാഗ്ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി ദേവിയാണ് അവിടെ സങ്കല്പിക്കുന്നത്. അവിടെ ചന്ദ്രവർണ്ണമാണ് ദേവിക്ക് ഇല്ലേ? നിലാവിൻ്റെ ശോഭയാണ് ദേവിക്ക്. ഐം എന്ന വാഗ്ബീജാക്ഷരം. നവാക്ഷരി എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ തുള്ളിക്കളിക്കാനുള്ളതല്ല. ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ടായേ വിച്ഛേ നമ. അതൊന്ന് ജപിക്കുമ്പോൾ സർവ്വദേവതമാരുടെയും അനുഗ്രഹമാണ്. ഓം പ്രണവമാണ്. ഐം വാഗ്ബീജമന്ത്രമാണ്. സരസ്വതി ദേവിയാണ് ദേവത. ചന്ദ്രവർണ്ണമാണ് ഭഗവതിക്ക്. അടുത്ത് ഹ്രീം എന്ന് പറയുന്നത് ശക്തിബീജം. അപ്പോൾ വാഗ്ബീജം കഴിഞ്ഞാൽ ശക്തിബീജം. ഓം ഹ്രീം. അപ്പോൾ ഹ്രീംകാര രൂപിണിയാണ് ഭഗവതി. ഹ്രീം 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 എന്ന് പറഞ്ഞ ദേവിയുടെ എന്താ പറയുന്നത്, മണിദ്വീപം വായിക്കുമ്പോൾ ഹ്രീംകാര രൂപിണിയായിരിക്കുന്ന ദേവിയെ സ്തുതിക്കുന്ന വണ്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഹ്രീം എന്ന് പറയുന്നത് ശക്തിബീജം. ഹ്രീം എന്ന അക്ഷരം മഹാലക്ഷ്മിയുടേതാണ്. സൂര്യവർണ്ണമാണ് ഭഗവതിക്ക്. അപ്പോൾ ചുമ്മാ ഓമൈം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ എന്ന് പാട്ട് പാടരുത്. ഓം ഐം ഐം എന്ന് ജപിക്കുമ്പോൾ മഹാസരസ്വതിയെ മനസ്സിൽ കാണണം. ഓം ഐം ഹ്രീം ഹ്രീം എന്ന് ജപിക്കുമ്പോൾ മഹാസരസ്വതി മാറി മഹാലക്ഷ്മി വരണം. അടുത്ത് ക്ലീം എന്ന് പറയുന്നത് കാമരാജ ബീജമാണ്. ക്ലീം. ഓം ക്ലീം കൃഷ്ണായ നമഃ. ക്ലീം കാമരാജ ബീജമാണ്. ഇവിടെ മഹാകാളിയെയാണ് കാമരാജ ബീജം കൊണ്ട് പൂജിക്കുന്നത്. അഗ്നിയുടെ വർണ്ണമാണ് ഭഗവതിക്ക്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമഃ ഇല്ലേ? അപ്പോൾ
ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് ആ രൂപം നമുക്ക് മനസ്സിൽ തെളിയണം. ഓം പ്രണവസ്വരൂപമായിരിക്കുന്ന ഭഗവതി, ഐം ചന്ദ്രവർണം മഹാസരസ്വതി, ഐം ബീജമാണത്. അടുത്ത് ഓം ഐം ഹ്രീം ശക്തിബീജമാണ്, മഹാലക്ഷ്മിയാണ് ഇല്ലേ, സൂര്യവർണ്ണമാണ് ഭഗവതി. അടുത്ത ക്ലിം കാമരാജ ബീജമാണ്, മഹാകാളിയാണ്, അഗ്നിയുടെ നിറമാണ്, അഗ്നിവർണ്ണമാണ്. അടുത്ത് ചാമുണ്ടായേ. ഇവിടെ ചാമുണ്ടായേ എന്ന് പറയുന്നത് വെറും ചാമുണ്ടി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് ചാമുണ്ടായേ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയെ കൂടി ചേർത്താണ്. ശ്രീവിദ്യ, ബ്രഹ്മവിദ്യ ഇവയൊക്കെ കൂടി ചേർത്താണ് ചാമുണ്ടായേ എന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ. ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കാതെ എങ്ങനെ ഓർമ്മ നിൽക്കും അമ്മേ ഇല്ലേ? പ്രായം 10-35 ആയില്ലേ അമ്മയ്ക്ക്? പിന്നെ എന്തോ വേണം? 35 കേട്ടപ്പോൾ ഒരു സന്തോഷം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ. ഇവിടെ ചാമുണ്ടായേ ബ്രഹ്മവിദ്യ. അടുത്ത ഇനി ചാമുണ്ട ബ്രഹ്മവിദ്യയാണെന്ന് പറഞ്ഞു. അതിൽ ചകാരത്തെ ച എന്ന അക്ഷരം പറയുമ്പോൾ മനസ്സിൽ സ്വർണ്ണവർണ്ണം നിറയണം, സ്വർണത്തിൻ്റെ പ്രകാശം നിറയണം. മും എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ നിറം നിറയണം. ഡ എന്ന് പറയുമ്പോൾ നീലവർണ്ണം തെളിയണം. എ എന്ന് പറയുമ്പോൾ കൃഷ്ണവർണ്ണം തെളിയണം. അപ്പോൾ ചാമുണ്ടായേ. ച സ്വർണവർണ്ണം, മും രക്തവർണ്ണം, ഡ നീലവർണ്ണം, എ കൃഷ്ണവർണ്ണം. കറുത്തവർണ്ണം. ചാമുണ്ടായേ വിച്ഛേ. ഇവിടെ വിച്ഛേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പ്ലസ് ച പ്ലസ് ഇ, വിച്ഛേ. സത്ത് ചിത്ത് ആനന്ദം, വിച്ഛേ. വിത്ത് ച പ്ലസ് ഇ, വിച്ഛേ. അപ്പോൾ സത്ത് ചിത്താനന്ദം. വിച്ഛേ. വി എന്ന് പറയുന്നത് ശുക്ലവർണം, ചേ ധൂമ്രവർണം ഇല്ലേ. അപ്പോൾ ശുക്ലവർണവും ധൂമ്രവർണവും കൂടി ചേരുമ്പോഴാണ് ഇത്രയും നിറങ്ങൾ അതിനകത്തുണ്ട്, ഇത്രയും ദേവതമാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓം ഐം. ഐം എന്താണ്? വാഗ്ബീജം. ആരാണ്? ദേവത സരസ്വതി. എന്താണ് വർണ്ണം? ചന്ദ്രവർണ്ണം. ഓം ഐം ഹ്രീം എന്താണ്? ശക്തി ബീജം ഇല്ലേ. മഹാലക്ഷ്മിയാണ് ദേവത, നിറം സൂര്യവർണ്ണം. ഓം ഐം ഹ്രീം ക്ലിം കാമരാജ ബീജം, മഹാകാളിയാണ് ദേവത, അഗ്നിവർണ്ണമാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ ബ്രഹ്മവിദ്യയാണ്. ഇനി ചാമുണ്ടായേ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു. അപ്പം ച എന്ന് മനസ്സിൽ ജപിക്കുമ്പോൾ സ്വർണ്ണവർണ്ണവും, മും എന്ന് ജപിക്കുമ്പോൾ ചുവപ്പും, ഡേ എന്ന് ജപിക്കുമ്പോൾ ഡ എന്ന് ജപിക്കുമ്പോൾ നീലവർണ്ണവും, എ എന്ന് ജപിക്കുമ്പോൾ കറുപ്പും മനസ്സിൽ നിറയണം. ചാമുണ്ടായേ വിച്ഛേ. വിച്ഛേ എന്നുള്ള വാക്കിന് സത്ത് ചിത്ത് ആനന്ദം. വിച്ഛേ. അവിടെ വിച്ഛേ എന്ന് പറയുമ്പോൾ വിക്ക് ശുക്ലവർണ്ണവും ചേക്ക് ധൂമ്രവർണ്ണവും ചേർന്ന് വരണം. ഇതൊരു വലിയ പ്രാക്ടീസാണ്. ഈ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമഃ എന്ന് പറയുമ്പോൾ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി, ഈ 3 ദേവതമാരും നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് ആ 3 ദേവതമാരെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് എങ്ങനെയാണോ നിറങ്ങൾ മാറി 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 അടിക്കുന്നത്, ഡിസ്ക് അടിക്കുന്നത്, അതുപോലെ ആദ്യം ഓം പ്രണവസ്വരൂപമാണ്, ഐം വാഗ്ബീജമന്ത്രമാണ്, സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ വെള്ളപ്രകാശം, ഓം ഐം ഹ്രീം മഹാലക്ഷ്മിയാണ്. അടുത്ത ഹ്രീം എന്ന് പറയുമ്പോൾ ശക്തിബീജമാണ്, മഹാലക്ഷ്മിയാണ്, സൂര്യപ്രകാശത്തിൻ്റെ നിറം ഇങ്ങനെ പ്ലച്ചനെ നിൽക്കുന്ന സൂര്യപ്രകാശം. അടുത്ത് ക്ലിം കാമരാജ ബീജമാണ്, മഹാകാളിയാണ്, അഗ്നിയുടെ നിറം, ഓറഞ്ച് കളർന്ന അഗ്നിയുടെ നിറം. അത് കഴിഞ്ഞാൽ ചാമുണ്ടായേ എന്ന് പറഞ്ഞ ബ്രഹ്മവിദ്യയാണ്. അതിൽ ചകാരത്തെ പറയുമ്പോൾ സ്വർണപ്രകാശം വർണ്ണം, മകാരത്തെ പറയുമ്പോൾ മും എന്ന് പറയുന്ന രക്തവർണ്ണം വർണ്ണം, ഡകാരം നീലവർണ്ണം വർണ്ണം, ചാമുണ്ടായേ എന്ന് പറയുന്ന കൃഷ്ണവർണ്ണം വർണ്ണം. പിന്നെ വിച്ഛേ സച്ചിത്താനന്ദം എന്നുള്ളതിന് വിച്ഛേ അത് ശുക്ലവർണ്ണം ധൂമ്രവർണ്ണം എന്നിങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് നവാക്ഷരി മന്ത്രം നമുക്ക് കൃത്യമായിട്ട് വരും. അപ്പോൾ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്ന വളരെ പവർഫുള്ളായ മന്ത്രമാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമ എന്നാണ് നവാക്ഷരി മന്ത്രം. ആ മന്ത്രത്തിൻ്റെ ക്രമം ഇങ്ങനെയാണ്. വാഗ്ബീജവും ശക്തിബീജവും കാമരാജ ബീജവുമാണ് ഓം ഐം ഹ്രീം ക്ലിം എന്ന് പറയുന്ന ആ 4 അക്ഷരങ്ങളെ കൊണ്ട് ധ്വനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ ചാമുണ്ഡ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയും, ചകാരത്തെ സ്വർണ്ണവർണ്ണം കൊണ്ടും, മകാരത്തെ രക്തവർണ്ണം കൊണ്ടും, ഡകാരത്തെ നീലവർണ്ണം കൊണ്ടും, എന്ന യകാരത്തെ കൃഷ്ണവർണ്ണം കൊണ്ടും, വിച്ഛേ എന്നുള്ളത് സച്ചിത് ആനന്ദമായും, അതിൽ തന്നെ വി എന്ന് മനസ്സിൽ കഴിയുമ്പോൾ ശുക്ലവർണ്ണവും വെളുത്ത നിറവും, ഛേ എന്നത് ധൂമ്രവർണ്ണവും മനസ്സിൽ കാണുമ്പോഴേക്കും നവാക്ഷരി മന്ത്ര രഹസ്യമായി ഇല്ലേ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമ.
അപ്പോൾ തുടക്കക്കാർക്ക് ഓം ഐം ഹ്രീം ക്ലീം അത്രയെങ്കിലും ആ 3 എന്താ പറയുന്നത്, വാഗ്ബീജമായിക്കോട്ടെ, ശക്തിബീജമായിക്കോട്ടെ, കമരാജ ബീജമായിക്കോട്ടെ, ഈ 3 മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് ആ രൂപത്തെ മനസ്സിൽ തെളിയണം. മഹാസരസ്വതിയും മഹാലക്ഷ്മിയും മഹാകാളിയും രൂപത്തെ തെളിഞ്ഞ് ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ടായ വിച്ഛേ നമഃ എന്ന് നമുക്ക്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, സാധന വേണ്ടി വരും, ഗുരുപദേശം അല്ലെങ്കിൽ സാധന വേണ്ടി വരും. ഓം ഐം എന്ന് പറയുമ്പോൾ സരസ്വതിയുടെ രൂപം കാണണം, ചന്ദ്രപ്രകാശം കാണണം, ചന്ദ്രന്റെ നിലാവ് കാണണം, ഇല്ലേ? ഓം ഐം ഹ്രീം എന്ന് പറയുമ്പോഴേക്കും ഹ്രീംകാര രൂപിണിയാണ് ഭഗവതി. ഹ്രീം എന്ന് പറയുമ്പോഴേക്കും സൂര്യവർണ്ണം കാണണം, സൂര്യപ്രകാശത്തിന്റെ നിറം കാണണം, മഹാലക്ഷ്മിയെ മനസ്സിൽ കാണണം. അത് കഴിഞ്ഞ് കാമരാജപീഠം അഗ്നിയുടെ ഓറഞ്ച് നിറം കാണണം, അവിടെ മഹാകാളിയെ കാണണം. എന്നിട്ട് ചാമുണ്ടായെ എന്ന് പറയുന്ന ബ്രഹ്മവിദ്യയെ കാണണം. അതിനകത്ത് ചകാരത്തെ സ്വർണ്ണവർണ്ണം കൊണ്ടും മകാരത്തെ രക്തവർണ്ണം കൊണ്ടും, സ്വർണ്ണവർണ്ണം രക്തവർണ്ണം സാധാരണ രീതിയിൽ ഒരു സാരിയുടെ ബോർഡർ പോലെ നമ്മൾ നിറങ്ങളെ പഠിച്ചു വെച്ചിരുന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ 4 നിറങ്ങളും നമ്മുടെ മനസ്സിൽ തെളിയും, ഇല്ലേ? സ്വർണ്ണവർണ്ണം, സ്വർണ്ണ കസവ്, അത് കഴിഞ്ഞാൽ ചുവപ്പ് കസവ്, നീലക്കസവ്, കറുത്ത കസവ്. സ്വർണ്ണ കസവ്, ചുവപ്പ് കസവ്, നീലക്കസവ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത കസവ്, കറുത്ത നിറം. അപ്പോൾ ഈ 4 കരകളുള്ള ഒരു ബോർഡറായിട്ടുള്ള സാരിയെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ കസവ്, അത് കഴിഞ്ഞാൽ ചുവപ്പ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീല, അത് കഴിഞ്ഞാൽ കറുപ്പ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ അക്ഷരങ്ങൾ മായാതിരിക്കും. ആദ്യത്തെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഐം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രപ്രകാശം, അത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം, അത് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ, ഇല്ലേ? വെള്ള, ഗോൾഡ്, ഓറഞ്ച്, അതത്രയും ആദ്യത്തെ 3. അടുത്തതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണപ്രകാശം, കസവിൻ്റെ നിറം, പിന്നെ ചുവപ്പ്, പിന്നെ നീല, പിന്നെ കറുപ്പ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നവാക്ഷരി മന്ത്ര രഹസ്യം നമുക്ക് തെളിയും. അപ്പോൾ ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ടായേ വിച്ഛേ നമഃ എന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യാം. ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ന്യാസം, ആവാഹനം, നാമാനി, അർഗളം, കീലകം, ഹൃദയം, ദളം, ധ്യാനം, കവചം 9 അംഗങ്ങളുള്ളത് കൊണ്ട് എന്തെന്ന് പറഞ്ഞു? 9 അംഗങ്ങളുള്ളത് കൊണ്ട് അതിനെ നവാംഗമെന്ന് പറഞ്ഞു. പിന്നെ നവാക്ഷരി മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമഃ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമഃ. ഓം ഐം ഹ്രീം ക്ലീം. ഒരിക്കൽ കൂടി കണ്ണടച്ച് നിറങ്ങൾ ആലോചിച്ച് ഓം പ്രണവരൂപം, ഐം വാഗ്ബീജം സരസ്വതി ദേവി വെള്ള, ഓം ഐം ഹ്രീം ഹ്രീം സൂര്യവർണ്ണം, ഇല്ലേ? മഹാലക്ഷ്മി. ഓം ഐം ഹ്രീം ക്ലിം ക്ലിം മഹാകാളി, കാമരാജബീജം മഹാകാളി, അഗ്നിയുടെ നിറം, ഇല്ലേ? ക്ലിം ചാമുണ്ടായേ. ചാമുണ്ട എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ എന്ന് അർത്ഥം, ഇല്ലേ? എന്നിട്ട് ചാ എന്ന് പറയുമ്പോഴേക്കും സ്വർണ്ണവർണ്ണം തെളിയണം. മാ എന്ന് പറയുമ്പോഴേക്കും ചാമുണ്ടായേ ചുവപ്പ് തെളിയണം. അടുത്ത് അത് പറയുമ്പോഴേക്കും നീല തെളിയണം. അത് കഴിയുമ്പോൾ എ എന്ന് പറയുമ്പോഴേക്കും കറുപ്പ് തെളിയണം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമഃ എന്ന് നമ്മൾ ഏകാഗ്രമായിട്ട് ജപിച്ച് വരുമ്പോൾ നമുക്ക് ഭഗവത് സാമീപ്യം അറിയാം, ഭഗവത് എന്താ പറയുന്നത്, സായുജ്യം അറിയാം. അങ്ങനെ സർവ്വതും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രദോഷത്തിൻ്റെ ചിട്ടകളും പ്രദോഷം എടുക്കേണ്ടുന്ന രീതികളും ഒക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡ് പലതവണ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 5 തവണ എങ്കിലും ഇത് കാണണം. കാരണം അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്, ഇതിപ്പോൾ പഠിച്ചു, ഇതെല്ലാവർക്കും കരഗതമാവില്ല, ഇതെല്ലാവർക്കും കയ്യിൽ വന്ന് ചേരുകയുമില്ല ഈ വിദ്യകൾ, ഇല്ലേ? അപ്പോൾ ഈ 9 നവാംഗങ്ങളും പഠിച്ച് ഈ നവാക്ഷരി മന്ത്രരഹസ്യവും കൂടി അറിയുമ്പോൾ നമുക്ക് ജീവിതം ഐശ്വര്യപൂർണ്ണമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊരു വഴിയുണ്ടാവും. ഭഗവാനും ഭഗവതിയും അതിനെ നമ്മളെ അനുഗ്രഹിക്കും, അതിനെ പ്രാപ്തരാക്കണം എന്ന് പ്രാർത്ഥിച്ച് ആദ്യം പറഞ്ഞ കാര്യം മറന്നുകൊണ്ട, ഇല്ലേ? ആ അമ്മ ഈ സത്സംഗം കാണുന്നുണ്ടെങ്കിൽ, ഇല്ലേ, ലോകത്തിലുള്ള എല്ലാ അമ്മമാരും സന്തോഷത്തോടെ ഇരിക്കണം, സുഖിയായിരിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ അമ്മ ഈ സത്സംഗം കാണുന്നുണ്ടെങ്കിൽ 84 85 വയസ്സായ മലയങ്കഴിനടുത്തുള്ള അമ്മയെ ഒന്ന് വിളിക്കാനൊരു മനസ്സുണ്ടാവണം, ഒന്ന് ചെന്ന് കാണാനുള്ള മനസ്സുണ്ടാവണം, ഇല്ലേ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ, ഇല്ലേ,
നമുക്കിഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലേ, അമ്മമാരടുത്ത് മക്കളാണ് ഇല്ലേ, ആ അമ്മ കാല് പിടിച്ച് കരയുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. അമ്മ പേര് പോലും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലൊരു ദോഷമായി വന്നാലോ എന്ന് പ്രാർത്ഥിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, പേര് അറിയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇല്ലേ നമുക്ക് കൊണ്ട് അന്വേഷിപ്പിക്കുകയോ നമുക്കൊന്ന് പറയിക്കുകയോ ചെയ്യാം. അപ്പോൾ പറഞ്ഞു, വേണ്ട കുഞ്ഞേ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട. അവർക്ക് അതിനി അതൊരു വിഷമമോ നാണക്കേടോ ആയിട്ട്, അമ്മ അന്വേഷിക്കുന്നത് നാണക്കേടോ ആയിട്ട് തോന്നിയാൽ വലിയ ബുദ്ധിമുട്ടാവും ഇല്ലേ. അത് നമ്മുടെ സത്സംഗത്തിൽ സ്ഥിരം എന്നും ആ മോള് കേൾക്കാൻ വരും. അതുകൊണ്ട് സത്സംഗത്തിൽ പറയുമ്പോൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലേ. അപ്പോൾ എന്താണെങ്കിലും അമ്മയ്ക്ക് മകളെ കണ്ട് വിട്ടാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സർവ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച് സർവ ഐശ്വര്യത്തോടുകൂടി സന്തോഷമായിട്ട് ചിരിക്കൂ. സന്തോഷത്തോടെ ഇരിക്കമ്മേ, എന്തിനു വിഷമിക്കുന്നത് ഇല്ലേ. ഒന്നും വിഷമിക്കരുത് കേട്ടോ. അമ്മമാർ വിഷമിക്കാൻ പാടില്ല. അമ്മമാർ വിഷമിക്കാൻ പാടുണ്ടോ? വിഷമിക്കണ്ട. ആരുണ്ട്? സാക്ഷാൽ ശ്രീ പരമേശ്വരി ഉണ്ട്. അമ്മയുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്ന ഒരു പരാശക്തി ഉണ്ടില്ലേ. ഇല്ലേ, എന്തിനാണ് ഈ വിഷമമൊക്കെ? ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ. എന്തിനാണ് ഈ വിഷമം? എന്താണ് കാര്യം? എന്താണ് പറയൂ. പരിഹരിക്കാൻ പറ്റാത്ത എന്താണ് വിഷയം? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണോ? അതൊക്കെ ശരിയാവും. ആരോഗ്യ പ്രശ്നമാണോ? അതും ശരിയാവും. ഇല്ല റിലേഷൻഷിപ്പാണോ? ഒക്കെ ശരിയാവും അമ്മേ ഇല്ലേ. സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് സന്തോഷം പ്രസരിപ്പിക്കാൻ പറ്റും. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ.